ഞായറാഴ്ച ആണെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. ഈ ഭരണസമിതി ചുമതലയിൽ വന്ന ആദ്യ നാളുകൾ മുതൽ തന്നെ ഞങ്ങൾക്ക് പലതരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ളതാണ്, ചിലതൊക്കെ തന്നെ എക്സാജറേറ്റഡ് വെർഷനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ രേഖകളും പരിശോധിച്ച് തന്നെയാണ് വളരെ കൃത്യമായ നിരീക്ഷണത്തോടെയാണ് ഓരോ ചുവടും മുമ്പോട്ട് പോകുന്നത്. സജീവമായി കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയപ്പോഴാണ്, അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ട് തുടങ്ങിയപ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ സമയമായത്. അപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാത്രമേ ഇടപെടാനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ മാറിയതിനു ശേഷം ചില കാര്യങ്ങൾ അനധികൃതമായി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടപെടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹാർബർ വാർഡിൽ, കോവളം നിയോജക മണ്ഡലത്തിലെ ഹാർബർ വാർഡിലുള്ള മതിപ്പുറം, ആ പ്രദേശത്ത് 1-2 ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈന്റ് അടിസ്ഥാനത്തിൽ അവിടെ സന്ദർശനം നടത്തിയത്. വരുന്ന ആളുകൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഞാൻ അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല ഇവിടുത്തെ ഇന്നത്തെ വിഷയമായതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരുപാട് നാളായി ഞങ്ങളുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കയ്യിലും ഡെപ്യൂട്ടി മേയറുടെയും സെക്രട്ടറിയുടെയും മേയറുടെ ഓഫീസിൽ ഉൾപ്പെടെ നിരവധി കംപ്ലൈന്റുകൾ നമ്മുടെ മാർക്കറ്റുകളെ കുറിച്ച് ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ലഭിക്കുന്നത് പാളയം മാർക്കറ്റിനെ കുറിച്ചാണ്. പാളയം മാർക്കറ്റിൽ നിങ്ങൾക്കൊക്കെ തന്നെ നമ്മളെ പോലെ തന്നെ അറിയാം, അവിടെ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടക്കുകയായിരുന്നു. അതിൽ തന്നെ പോരായ്മ ഉണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയുള്ള മാർക്കറ്റുകൾ ലേലത്തിന് പലരും എടുക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയ മാർച്ച് 31 കാലാവധി കഴിഞ്ഞ പലതും 2 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. കാരണം കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലുള്ളതുകൊണ്ട് ആ സമയത്ത് ലേലം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസം 6-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് മാറിയിട്ട് ലേലം ചെയ്ത് പുതിയ ആൾക്കാർക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള സമയം, അപ്പൊ ഈ മാസം അവസാനം വരെയാണ് നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ഈ സമയത്തൊക്കെ തന്നെ കരാറിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ പണപ്പിരിവ് നടക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. ഒരു കുട്ടം മീന് പച്ച വിൽക്കുന്നതിന് 500 രൂപ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നൊന്നല്ല തുടങ്ങിയല്ല, 45 വർഷമായിട്ട്, 45 വർഷം ഒരു പക്ഷെ 500 ആയിരിക്കില്ല, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുടെ കൈവശം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു കച്ചവടം നടത്തുന്ന വനിത വന്ന് പരാതിപ്പെട്ടു. സെക്രട്ടറി അപ്പം തന്നെ അന്വേഷിച്ചു, ഞങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ പരാതി വസ്തുതാപരമാണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ പിരിവുകളും നിർത്തിവെക്കാൻ ഒരു ഉത്തരവിട്ടു. അതിനുശേഷം ഇന്നലെ ഞങ്ങൾ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ പേരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ സന്ദർശനം നടത്തി. ആ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ബോധ്യമായത്, നോട്ടീസ് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള എല്ലാ പിരിവും അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. ആ സമയം തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് വസ്തുക്കളുണ്ട്, അവിടെ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല റൂമുകൾക്കും പല കടമുറികൾക്കും അവിടെ കച്ചവടം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതിനൊന്നും തന്നെ എയർ ഹോളില്ല, എയർ സർക്കുലേഷനുള്ള ഒരു സാധ്യതയുമില്ല, മുകളിലേക്ക് പോയിട്ട് ആൾക്കാർക്ക് സാധനം വാങ്ങാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ നിരവധി കടമുറികൾ, ഒരു 100 കുറയാത്ത കടമുറികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, കണ്ണായ സ്ഥലത്ത്, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണല്ലോ പാളയം കണ്ണിമേറ മാർക്കറ്റ്, ഏറ്റവും പാരമ്പര്യമുള്ളതാണ്. അവിടെ ഇത്രയും കോടി രൂപ മുടക്കി ഒരു കെട്ടിടം കെട്ടിയിട്ടിട്ട് ഇത്രയും വർഷമായിട്ടും ഒരു കട പോലും ആരും ഒരാവശ്യത്തിന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ അശാസ്ത്രീയതയുണ്ട്. അതിനെ ചില കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്നലെ ചർച്ച നടത്തി, ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട മറ്റു ചില കാര്യമാണ്, ഈ 3 നില കെട്ടിടത്തിലേക്ക് കയറി പോകാൻ വേണ്ടി വളരെ വീതിക്കുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. ഈ സ്റ്റെയർ കേസൊക്കെ കെട്ടിയതിന് ശേഷം ആ സ്റ്റെയർ കേസിന്റെ മുൻപിൽ ചിലർ അവരുടെ കയ്യൂക്കുണ്ട്. നിരവധി കാലങ്ങളായി അവിടെ വിലസുന്ന ചില പ്രാദേശിക സംഘങ്ങൾ അവരുടെ കയ്യൂക്കുകൊണ്ട്
ഇവിടെയൊക്കെ തന്നെ അനധികൃത നിർമ്മാണം നടത്തി കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ നിയമവിരുദ്ധമായിട്ട് മാംസ വിൽപ്പനയും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ്സുകളും നടത്തുകയാണ്. ഇതിൽ പലരും ഇങ്ങനെ കട കെട്ടിയിട്ടിട്ട് 1000 രൂപ 2000 രൂപ ഓരോ ദിവസത്തേക്കും, ഒരു ദിവസത്തേക്ക് 1000 2000 3000 രൂപയ്ക്ക് പല ബിനാമികൾ പേരുകളിലും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വളരെ വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീണ്ടും ചേർന്ന ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ യോഗത്തിൽ അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ ആദ്യഘട്ട നടപടി ആരംഭിച്ചു. ഞായറാഴ്ച ആയിരുന്നിട്ടും ആ പ്രശ്നത്തിന്റെ ഗൗരവം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഇന്ന് ഡ്യൂട്ടി നിശ്ചയിച്ച് ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലെ ആവശ്യമായ ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾ അതിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനിയും ചെയ്യാനുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നാളെ കൂടുതൽ രേഖകൾ, കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതായതുകൊണ്ട് പല ജീവനക്കാരുമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരിൽ നിന്നും രേഖകൾ വാങ്ങി പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണമെന്ന് തോന്നിയ ബോധ്യമായ കെട്ടിടങ്ങളാണ് അല്ലെങ്കിൽ നിർമ്മാണങ്ങളാണ് ഇന്ന് പൊളിച്ചത്. വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പൊളിച്ചു മാറ്റും. ഇതിൽ മറ്റൊന്ന് പറയുവാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തന്നെ ആ വസ്തുക്കൾക്ക് നാശം വരാതെ അതിനെ പൊളിച്ചു മാറ്റണം. അങ്ങനെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ മതിയായ രേഖകൾ സഹിതം മതിയായ ഘടകങ്ങൾ ഹാജരാക്കി ലൈസൻസ് നേടുക. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ലൈസൻസ് കിട്ടുന്നില്ലെങ്കിൽ ഭരണസമിതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഇടപെടും. അല്ലാതെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റണം. അങ്ങനെയുള്ള നിർമ്മാണങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. കോർപ്പറേഷന് ഒന്നും പൊളിച്ചു മാറ്റുവാനുള്ള ആഗ്രഹമില്ല. പക്ഷേ അത് തുടർന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോയി. ഇക്കാര്യങ്ങളാണ് സൂചിപ്പിക്കാറുള്ളത്. നടപടികൾ ഇനിയും തുടരും. തൊഴിലാളികൾ പറയുന്നത് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് 3ാം നിലയിലൊക്കെയാണ് ഈ മത്സ്യം വിൽപ്പനയും പച്ചക്കറികളൊക്കെ. അപ്പൊ അത് ഈ വാങ്ങിക്കാൻ എത്തുന്നവർ മുകളിലേക്ക് എത്തുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ളത്. അപ്പൊ അതൊന്നും ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ വളരെ ഗൗരവമായ പ്രശ്നമാണ്. പക്ഷെ അന്ന് ചെയ്തവർ അങ്ങനെ ചെയ്തു പോയി. അന്ന് ചെയ്തവർ ശ്രദ്ധിക്കണമായിരുന്നു. 3ാം നിലയിൽ ഒരു കടമുറി കെട്ടിയാൽ അവിടേക്ക് കച്ചവടം നടത്തുന്ന ആൾക്കാരും പോകാൻ സാധിക്കണം, കസ്റ്റമേഴ്സിനും പോകാൻ സാധിക്കണം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭരണസമിതി ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അതിനെങ്ങനെ പരിഹരിക്കാം, അതിന്റെ ഭാഗമായിട്ടാണ് അതിന് തടസ്സം നിൽക്കുന്ന ആ സ്റ്റെയർ കേസിലേക്കുള്ള മുന്നിലുള്ള കടകൾ ഞങ്ങൾ ഇന്ന് പൊളിച്ചു മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് ആലോചിക്കും. അവിടെ ലിഫ്റ്റ് സംവിധാനം പ്രോപ്പർ അല്ലെന്നാണ് പറയുന്നത്. മാർക്കറ്റിൽ ഏത് തരത്തിൽ നമുക്കത് പ്രോപ്പറാക്കാൻ സാധിക്കും? അതിൽ കെട്ടി നിർമ്മിച്ചു പോയില്ലേ? മുൻ ഭരണസമിതിയാണല്ലോ അത് ചെയ്തപ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരമാവധി നമുക്ക് എങ്ങനെ സൗകര്യപ്രദമാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങൾ എക്സ്പെർട്ടുകളുമായിട്ട് ആലോചിക്കും, എഞ്ചിനീയർമാരുമായിട്ട് ആലോചിക്കും. എന്തേ അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ള ചർച്ച നടത്തേണ്ട ആവശ്യമില്ലല്ലോ. വേണോ? അങ്ങനെയാണെങ്കിൽ അതിന് മാത്രമേ സമയം കിട്ടുള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം. അങ്ങനെ അഭിപ്രായമില്ല. മുഴുവൻ എന്നുള്ള വാക്കിനോട് അഭിപ്രായമില്ല. മാത്രമല്ല, മുൻപ് ഉണ്ടായിരുന്നവർ എല്ലാം തെറ്റുകളും ചെയ്തു എന്നും ഞങ്ങൾ പറയുന്നില്ല. എല്ലാ തെറ്റുകളും ചെയ്തു എന്നോ എല്ലാം താങ്കൾ ചോദിച്ചു അങ്ങനെയുള്ള അഭിപ്രായം ഞങ്ങൾ അങ്ങനെയല്ല. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അക്കാര്യങ്ങളിലാണ് ഇപ്പം ഞങ്ങൾ ശ്രദ്ധിച്ച് ഇടപെടുന്നത്. ഇന്നലെ ചെന്ന് നോക്കിയപ്പോൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇന്നലെ വരെ നടന്നിട്ടില്ല. ഇനി നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിയമവിധേയമായിട്ട് കോർപ്പറേഷൻ പറയുന്ന അവിടെ നോട്ടീസ് ഒട്ടിക്കുന്ന പണമല്ലാതെ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റാതെ അവിടെ ബിസിനസ് നടത്താൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ടീമിൽ ആരെങ്കിലും ഒരാൾ രാത്രി 12 മണി വരെ കാണും. ആരെങ്കിലും ഈ ഇരിക്കുന്ന ഇവിടെ ഡയസിൽ ഇരിക്കുന്നതിൽ സെക്രട്ടറിയെ കണ്ടത് 8-9 മണി വരെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞാനൊരു 11-11 മണി വരെ ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കാണും. നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയം ഇടപെടും. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ പോലെ.
നിങ്ങളെന്ന് അന്വേഷിച്ച് നോക്കണം. ഞാനായിട്ടത് പറയണം. എന്നെക്കാൾ എന്നെക്കാൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കിട്ടും. പൊളിക്കലില് രാഷ്ട്രീയമുണ്ടെന്നാണ് പറയുന്നത്. CPM കടകൾ മാത്രം നോക്കി പൊളിക്കുന്ന BJP-യുടെ മറ്റിടങ്ങളിലുള്ള തന്ത്രം ഇവിടെ പരീക്ഷിക്കുന്നു. അപ്പൊ അനധികൃതമായിട്ട് കടകൾ അവിടെ അവരാണ് കെട്ടിയെന്നാണ് അരുൺ പറയണത്. എന്തിനാണ് വെറുതെ അവർ? ഞാൻ പറഞ്ഞത് ഞങ്ങളിന്ന് പൊളിച്ച കടകൾ ഏതെങ്കിലും അനധികൃതമായിട്ട് അല്ല നിയമവിധേയമായിട്ട് കെട്ടിയ ഏതെങ്കിലും കടകളിൽ പൊളിച്ചിട്ടുണ്ടോ? പറയണം. അല്ല, രേഖകൾ കാണിച്ചാൽ മതി. നിയമവിധേയമായിട്ട് നിർമ്മാണം നടത്തിയ ഏതെങ്കിലും കടകളുടെ അടുത്തോട്ടെങ്കിലും ആരും പോയിട്ടുണ്ടോ? അതായത് ഉപജീവനമാർഗം, സാധാരണക്കാരുടെ ഉപജീവനമാർഗം നടപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആശയം. അനധികൃതമായിട്ട് നിർമ്മിച്ച കാര്യങ്ങളോട് ഒരു കോംപ്രമൈസും ഇല്ല. ഇനി എന്ത് പറഞ്ഞാലും അവിടെ ഞാൻ ചോദിക്കട്ടെ, നിയമവിധേയമായിട്ട് ചെയ്ത സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാവുന്നത് അവർക്ക് തന്നെ അറിയാം. ഞങ്ങൾ ഇന്നലെ പോയി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മാനസികമായി അവർ അതിന് തയ്യാറായിരുന്നു. കാരണം ഭരണസമിതി ന്യായമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിയമവിധേയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലും ഇടപെടില്ല. ഞങ്ങളുടെ ഭരണസമിതിയുടെ മുൻപിൽ രാഷ്ട്രീയ വിശ്വാസം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ ആവില്ല. അത് നിങ്ങളുടെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അടുത്ത ചോദിക്കാൻ പോണ ചോദ്യത്തിന് ഉത്തരം അതിലുണ്ട്. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓരോന്നായിട്ട് പരിശോധിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ട് എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഡോക്യുമെന്റ്സ് എടുത്ത്, ഇത് മാത്രമല്ല വേറെ ഡേ ടു ഡേ ആക്ടിവിറ്റി ഇല്ലേ, അപ്പൊ അതിനോടൊപ്പം കിട്ടുന്ന സമയത്ത് എന്തായാലും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. കാര്യങ്ങൾ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യും. കഴിഞ്ഞ കൗൺസിൽ വന്ന അജണ്ടയായിട്ട് വന്നിരുന്നില്ല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അത് കോർപ്പറേഷൻ സെക്രട്ടറിയെ അതിന്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറി വളരെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് അക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത കൗൺസിൽ തന്നെ അത് പറയാം. ഒരു കൗൺസിൽ പറഞ്ഞ കാര്യം, അന്വേഷണം നടക്കുന്ന കാര്യം കൗൺസിൽ തന്നെ അതിന്റെ മറുപടി പറയാം. മറ്റൊരു കാര്യം, ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പലയിടങ്ങളിലും കൃഷി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയപരമായിട്ടാണ് പുതിയ ഭരണസമിതി. എന്ത് കൃഷിയാണ് നശിച്ചത്? ഏത് കൃഷിയാണ് നശിച്ചത്? അല്ല, എന്ത് കൃഷി? വാഴ കൃഷി. മറ്റേ ഓടയിലാണ് വാഴ ഇട്ടേക്കുന്നത്. അല്ല, ഓടയിലായിരുന്നു വാഴയെങ്കിൽ അത് മാറ്റിക്കാണും. ഓട പോലും പൂർത്തിയാക്കാനുള്ള പൈസ ഇല്ല, പിന്നെയാണ് വാഴത്തോട്ട്. വാഴ ഓടയിലാണെങ്കിൽ വാഴ ഓടയിലാണെങ്കിൽ ചിലപ്പോ സരീക്ഷ ചോദ്യം ചിരി വരെ വേറെ കഴിഞ്ഞില്ലേ? പറയുന്ന ഒരു സാഹചര്യം ഈ ഒരു ആക്ഷേപം വലിയ പ്രഖ്യാപനങ്ങൾ വന്ന ബ്ലൂ പ്രിന്റ് ഒക്കെ നടപ്പാക്കുന്നത് പറഞ്ഞ അധികാരത്തിൽ വന്ന BJP ഭരണസമിതി ഇത്രയും 5 മാസം ആകുമ്പോഴും കാര്യമായൊന്നും അനങ്ങുന്നില്ലെന്നൊരു ആക്ഷേപം എന്റെ ആക്ഷേപമല്ല, നിങ്ങൾക്ക് എതിർക്കുന്നവർ പറയുന്നതാണ്. അങ്ങനെ ഒരു ആക്ഷേപമാണ്. കാര്യമായിട്ട് അനങ്ങുന്നതുകൊണ്ടാണ് ഞായറാഴ്ച ഉച്ചയായിട്ട് നിങ്ങൾ ഇത്രയും പേരുടെ ഇരിക്കുന്നത്. ഞായറാഴ്ച ഉറങ്ങുന്ന ഒരു ഭരണസമിതി ആണെന്നുണ്ടെങ്കിൽ ആ ഭരണസമിതി സുഖമായിട്ട് ഉറങ്ങിയത്. നിങ്ങൾ ചിലരൊക്കെ ഇന്ന് ലീവായിട്ടും വന്നത് ഗൗരവമുള്ള വിഷയങ്ങളിൽ ഭരണസമിതി ആഴ്ച പോലും സർക്കാർ ഉദ്യോഗസ്ഥ പോലും വന്നിരിക്കുക ഞായറാഴ്ച. നിങ്ങളുടെ മുൻപിൽ 3 മണിക്ക് ഇത് കാര്യം പറയാൻ വേണ്ടി ഇരിക്കണമെങ്കിൽ എത്ര മണിക്ക് വന്നതാണ് ഇവിടെ? രാവിലെ ഒരു 8 മണിക്കെങ്കിലും അവധി ദിവസം ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാലല്ലേ ഞങ്ങൾ ഏറ്റെടുത്ത വർക്ക് പൂർത്തിയാക്കിയിട്ട്. എത്ര ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാരാണ് യൂണിഫോം ഇട്ടിട്ട് സ്ത്രീകൾ? കൊട്ടാരക്കരയിൽ നിന്നാണ് അവിടുത്തെ HI വന്നത്. അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ ഒരു ലേഡി 7 മണിക്ക് തിരിച്ചിട്ടാണ് രാവിലെ ഇവിടെ വന്നത്. എത്ര പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്നത്തെ ഒരു ദിവസം ഞായറാഴ്ച വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റിവെച്ച്? അപ്പൊ ഭരണസമിതി അത്രയും സജീവമായി ഇടപെടുന്നതുകൊണ്ടും ചലിക്കുന്നത് കൊണ്ടും ജീവനക്കാർ അത്രത്തോളം സഹകരിക്കുന്നത് കൊണ്ടുമാണ് ഞായറാഴ്ച പോലും ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്നത്. ഈ പുതിയ സർക്കാരുമായിട്ട് എങ്ങനെയാണ് ഒരു
നല്ല ലൈസനാണ്. മുൻ സർക്കാരുമായിട്ടും വളരെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴത്തെ സർക്കാരുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്. ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. കണ്ട സമയത്ത് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞങ്ങളും വളരെ ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ ഗവൺമെന്റ് നൽകുകയും വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ചോദിച്ചിരുന്നു. അതിനുശേഷം 2 മന്ത്രിമാരെ കണ്ടു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള 2 മന്ത്രിമാർ, ശ്രീ കെ മുരളീധരനെയും ശ്രീ CP ജോണിനെയും. ഈ 2 വിഭാഗവും കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച് CP ജോൺ, അതും കൂടെ പറയാം, ഒരു ആദ്യഘട്ടം സംസാരിച്ചു. KSRTC ആണല്ലോ കോർപ്പറേഷനുമായിട്ട്, നമ്മുടെ 115 ബസ്സും കൂടെ അവിടെ ഓടുകയാണല്ലോ, സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അടുത്ത ദിവസം വീണ്ടും KSRTC ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഘട്ടം നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായിട്ട് അതിൽ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ ഓടുന്നതിന്റെ വിവിധ വശങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. പിന്നെ മറ്റൊരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഇന്നലെ ഞാനും അനുഭവസ്ഥനാണ്, നിങ്ങളൊക്കെ പല ദിവസവും അനുഭവിച്ചു കാണും. വൈകുന്നേരം ഒരു 6 മണിയായി കഴിഞ്ഞാൽ ഈ നമ്മുടെ സിറ്റിയിലെ പല ഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും കേരളത്തിൽ തന്നെ മലബാർ മേഖലയിലേക്കും പാലക്കാടൊക്കെ പോകുന്ന ബസ് വരും. മൾട്ടി ആക്സിൽ ബസ്സുകളൊക്കെയാണ്. ഈ ബസ്സുകൾ കൊണ്ടുവന്ന് യാത്രക്കാരെ കയറ്റുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു സമയം ബ്ലോക്ക് ആവാറുണ്ട് റോഡ്, പ്രത്യേകിച്ച് തമ്പാനൂർ, അരിസ്റ്റോ അവിടെയൊക്കെ. ഈ ബസ്സുകളെയൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. മുൻപ് മനോരമ പത്രം നടത്തിയ ഒരു ചർച്ചയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഞങ്ങൾ ഇരുന്ന ഒരു ചർച്ചയിൽ വന്നത്, ഒന്നിലും ഈഞ്ചക്കലേക്ക് മാറ്റണം. ഈഞ്ചക്കൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ അവിടെ ഇട്ടിട്ട് ആൾക്കാർ അവിടെ വന്ന് കയറണം. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇന്ന് ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അതിൽ പ്രതികരിച്ചത്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും. അദ്ദേഹം 1-2 ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ KSRTC ആയിട്ട് വീണ്ടും ചർച്ചകൾ നടത്തും. തിങ്കളാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹത്തെ കാണുന്നുണ്ട്. പിന്നെ ജലസേചന വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി അടുപ്പിച്ച് അദ്ദേഹത്തെ കാണും. 3 മന്ത്രിമാരെ തിങ്കളാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷനുമായിട്ട് സഹകരിക്കേണ്ട വകുപ്പുകളിലെ മന്ത്രിമാരുമായിട്ട് എത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കും. അനധികൃതമായ കടകളിൽ നിന്ന തൊഴിലാളികളുടെ ഉത്തരവാദിത്വം ആ മുതലാളിക്ക് തന്നെയാണ്. അത് മുതലാളി വാങ്ങിക്കോളൂ. എന്തേ ആ കെട്ടിടങ്ങൾ ഉപയോഗിക്കേണ്ടവരിയ്ക്കുന്നത് റോഡിലാണ്. അവരുടെ പ്രശ്നമല്ല ഇത് താങ്കൾ ചോദിച്ചത്. അതായത് സന്നിറ്റ, ആ കടകൾ ഉപയോഗിക്കേണ്ട ഈ മത്സ്യ കച്ചവടം നടത്തുന്ന വീട്ടമ്മമാർ, സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെയുള്ള ചെറുകിട കച്ചവടം നടത്തുന്നവരാണ്. അവർക്കാണ് മുകളിലേക്ക് കയറാൻ പറ്റാത്തത്. അവരുടെ ഒരു ഉപകരണങ്ങൾക്ക് തടസ്സപ്പെടുത്തിയിട്ടില്ല. അവരുടെ പ്രശ്നം അഡ്രസ് ചെയ്തതിനു ശേഷം മാത്രമേ അവരവിടെ നിന്ന് മാറാൻ പറയുള്ളൂ. ഇപ്പൊ ചെയ്തത് വൻകിട കടകൾ നിർമ്മിച്ച് അവിടെ അനധികൃതമായ നിർമ്മാണം നടത്തിയവർക്കാണ് നടപടി. അവരുടെ തൊഴിലാളികളുടെ കാര്യം അവർ നോക്കും. അതായത് ഇവരൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ്. അവർക്ക് മുൻ ഭരണസമിതിയിൽ സ്മാർട്ട് സിറ്റിയെ കൂടെ ചേർന്നിട്ട് കടമുറികൾ നിർമ്മിച്ചു കൊടുത്തു. ആ കടമുറികളിൽ ഇരുന്ന് അവർക്ക് ബിസിനസ് നടത്താൻ പറ്റുന്നില്ല. ഇതാണ് അവരുടെ പ്രശ്നം. കാരണം അങ്ങോട്ട് കസ്റ്റമേഴ്സ് ചെല്ലുന്നില്ല. അവർക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസൂടെ കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. മാത്രമല്ല അവിടെ എയറേഷൻ ഇല്ല. അത് വസ്തുതയാണ്. എയർ സർക്കുലേഷൻ ഞങ്ങളെല്ലാം ഇന്നലെ പോയി. നിങ്ങൾ പോയാലും നിൽക്കാൻ പറ്റില്ല. ഇന്നലെ പോയ മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാം. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്, റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമ്മൾ അഡ്രസ് ചെയ്യണം. അല്ല ഞാൻ അവരോട് പറയണ്ടല്ലോ, പറയേണ്ട ഉദ്യോഗസ്ഥരല്ലേ. അല്ല അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ള ഒരാളിന് അദ്ദേഹം ചെയ്ത അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് അറിയില്ലേ? ഞാനെന്തിനാ പറയണത്? അങ്ങനെ ആക്ടി പറയുന്നുണ്ടാ? അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. അത് ചെയ്യാതിരിക്കുന്നതാണ് നിയമലംഘനം. അതുകൊണ്ട് ഞങ്ങളുടെ ആ ഉത്തരവാദിത്തമാണ് ചെയ്തത്. ഇത് വ്യക്തിപരമായ കാര്യമല്ലല്ലോ. അതിന്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. ലഭ്യമായ ഇന്ന് ഞായറാഴ്ചയും ഇന്നലെ വൈകുന്നേരവുമായി ലഭ്യമായ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്ന കാര്യങ്ങളാണ് ഇന്ന് ഉച്ചവരെ ചെയ്തിട്ടുള്ളത്. ഇത് തുടരും. അവിടെ മാത്രമല്ല,
തിരുവനന്തപുരം സിറ്റിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും ബോധ്യപ്പെടുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇപ്പൊ മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ടല്ലോ, അവരൊക്കെ ഞായറാഴ്ച വന്നിരിക്കുന്നതിന് ഇത് പരിശോധിച്ച് ബോധ്യപ്പെടാനാണ്. ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനിയും തുടരും. ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രോസസ് അല്ലല്ലോ. സ്വാഭാവികമായിട്ട് വർക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ സാഹചര്യം അനുസരിച്ച് വരുമല്ലോ. അവർക്ക് സന്തോഷമാണ്. ഈ അനധികൃത നിർമ്മാണം കൊണ്ടൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്കാണ്. അവർക്ക് അങ്ങനെ ഒരു അവസരം ഇതിനെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കിട്ടിയപ്പോഴേക്കും അവർ വളരെ സന്തോഷത്തോടെയല്ലേ ചെയ്തു. ഞങ്ങളൊരു 4 മണിയാവുമെന്നാണ് വിചാരിച്ചത്. അവർ 2 മണിക്കൂർ കൊണ്ട് എല്ലാം തീർക്കും. സമീപത്തെ സ്വകാര്യ ആശുപത്രിയുടെ എമർജൻസി എക്സിറ്റ് അങ്ങോട്ടത്തേക്ക് മാറ്റുന്നതുണ്ട്. അത് കോർപ്പറേഷൻ എവിടത്തെ ഈ പാളയം മാർക്കറ്റിന്റെ തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയുടെ എമർജൻസി എക്സിറ്റ് അങ്ങോട്ടത്തേക്ക് മാറ്റി പണിയുന്നുണ്ട്. അങ്ങോട്ടത്തേക്കല്ല, അവിടെ എൻട്രൻസ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അങ്ങ് പറഞ്ഞപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ഡെപ്യൂട്ടി മേയറുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ആശുപത്രിക്ക് അങ്ങനെ ഒരു ഗേറ്റ് പുതുതായിട്ട് പണിയണമെങ്കിൽ നമ്മുടെ അനുമതി വേണ്ടതാണ്. അല്ല, പുതിയ നിർമ്മാണം നടത്തണമെങ്കിൽ അനുമതി വേണമെന്നുള്ളത് നിയമമാണ്. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി വരികയോ അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുകയോ കാര്യം പരിശോധിക്കും.